ഗുരുഭ്യോ നമഃ. ഇന്ന് നമ്മളിവിടെ വിശദീകരിക്കാൻ പോണത് ഏഴര ശനി കണ്ടക ശനിയെ കുറിച്ചാണ്. അപ്പൊ ആദ്യം ഏഴര ശനിയെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ഏഴര ശനി? ഇപ്പൊ ജാതകത്തില് ഗ്രഹനിലയിൽ ജാതകത്തിലെ ആ രാശിചക്രത്തിലെ ഇപ്പോൾ ചന്ദ്രന്റെ സ്ഥിതി അനുസരിച്ചാണ് ഈ ഏഴര ശനി കണ്ടക ശനിയൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചന്ദ്രന്റെ സ്ഥിതി ചെയ്യണതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മൾ ഈ ചന്ദ്രന്റെ സ്ഥിതി നിങ്ങളുടെ കൂറ് ഏതാണെന്നറിയാനും ഏത് രാശിയിലാണ് ചന്ദ്രൻ നിൽക്കണമെന്ന് അറിയാനായിട്ട് ഒരു സ്പെസിഫിൻ പോലെ ഒരു രാശിചക്രത്തിന്റെ മോഡൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ചന്ദ്രൻ ഏത് കൂറിലാണ് നിൽക്കണേ, എവിടെയാണ് നിൽക്കണേ. ആ ജാതകം നോക്കിയിട്ട് ഇതിനകത്ത് ഏതിലാണ് നിൽക്കണേ എന്ന് നിങ്ങൾ ഇപ്പോൾ മീനത്തിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ചന്ദ്രൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ പൂരുരുട്ടാതി ഒരു ഭാഗം, ഉത്തരട്ടാതി, രേവതി നക്ഷത്രക്കാരാണ് ഈ മീനൻ രാശിയിൽ വരുന്നത്. അപ്പോൾ അവിടെയാണ് ചന്ദ്രൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ശനി എവിടെയാണെന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത്. അതായത് 12 ശനി വരിക. ചന്ദ്രൻ നിൽക്കണ രാശിയുടെ കൂറിൻ്റെ നേരെ താഴെയാണ് 12 വരിക. ചന്ദ്രൻ്റെ കൂടെ വരിക, ചന്ദ്രൻ്റെ 2 വരിക. ചന്ദ്രനെ ഒന്നാക്കിയിട്ട് എണ്ണിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മുകളിലും താഴത്തും ചന്ദ്രൻ്റെ കൂടെ. അപ്പം അതാണ് ഏഴര ശനി എന്ന് പറയുന്നത്. ശനി ഓരോ ഗ്രഹങ്ങളും ഓരോ രാശിയിൽ ഇത്ര കാലം നിൽക്കും. ഇപ്പം ശനി ഒരു രാശിയിൽ 2.5 വർഷമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ 12-ലും ചന്ദ്രൻ്റെ കൂടെ 2-ൽ നിൽക്കുമ്പോൾ 2-യും 2-യും 5-ഉം 2-യും 7.5 വർഷം കിട്ടും. അതുകൊണ്ടാണ് ഏഴര ശനി എന്ന് പറയുന്നത്. 7.5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അതിൻ്റെ ദുരിതങ്ങൾ, അതിൻ്റെ ദോഷഫലങ്ങൾ നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഏഴര ശനി എന്ന് പറയുന്നത്. ഇനി അത് ഈ ഓരോന്നിൽ വന്നു കഴിഞ്ഞാലുള്ള ദുരിതം എന്താ? ഇപ്പൊ 12-ൽ ശനി വന്നു കഴിഞ്ഞാൽ അനാവശ്യ ചെലവുകൾ വരിക. അത് സ്വയം വരണതും നമ്മളായിട്ട് വരുത്തി വയ്ക്കുന്നതുമായിട്ടുള്ള അനാവശ്യ ചെലവുകൾ, ഒരാവശ്യമില്ല ചിലവ് വന്നുകൂടുക. ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വേറെ തന്നെ ഉള്ള മരം വെറുതെ അങ്ങോട്ട് മറിഞ്ഞു വീഴുക. പുലിവാലായി ഇപ്പോഴും ചെലവുകളായി, അനാവശ്യം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചെലവാണത്. ഇതുപോലെ ഓരോ ചെലവുകൾ അങ്ങനെ വന്നുകൂടുക. ഒരു പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ പല പ്രാവശ്യം ചെയ്യുക, അങ്ങനെ ചെലവ് വരികയല്ല. എന്ത് കിട്ടിയാലും മതിയാവാണ്ട് വരിക, എത്ര കാശ് കിട്ടിയാലും കൂടുതൽ ചെലവാകുക, അങ്ങനെയൊക്കെ ഉള്ള ആകെ ദുരിതം, മാനസികമായിട്ടും ഒക്കെ നമുക്ക് ആകെ ദുരിതങ്ങളായിരിക്കും അത്. ഇനി ചന്ദ്രന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ചന്ദ്രന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അലസത, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ അലസതയായിരിക്കും, മടി, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ സാധാരണ ദിവസം കാലത്ത് കുളിക്കാനാണെന്നുണ്ടെങ്കിൽ ഇയാൾ കുളിക്കാണ്ടിരിക്കുക, അതൊക്കെ കുളിക്കാം. അതുപോലെ ആഹാരം തന്നെ സമയത്തിന് കഴിക്കാണ്ടിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടെന്ന് തോന്നുക, അസുഖങ്ങൾ അവിടെ വേദന ഇവിടെ വേദന, ഡാക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ദുരിതങ്ങൾ അതങ്ങനെ വളരെ കൂടുതലായിട്ട് അനുഭവപ്പെടുക. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ താമസങ്ങൾ വരിക, ചെയ്യാണ്ടിരിക്കുക, ഇതൊക്കെയാണ് വന്നുകൂടുന്നത്. പിന്നെ 2-ൽ വന്നു കഴിയുമ്പോൾ കുടുംബത്തിലുള്ള ആൾക്കാർ നമ്മളെ അവോയ്ഡ് ചെയ്യണയായിട്ട് നമുക്ക് തോന്നാം. നമ്മളെ അവര് തഴയുക, കുടുംബത്തിൽ നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ ചേട്ടനനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും നമ്മളോട് സഹകരിക്കാണ്ടിരിക്കുക, നമ്മളെ ഒറ്റപ്പെടുത്തുക, നമ്മുടെ കാര്യങ്ങളിൽ നമ്മളെ ഒറ്റപ്പെടുത്തുക, അവിടെ വല്ല വിശേഷം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാണ്ടിരിക്കുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ അവര് മനഃപൂർവ്വമായിരിക്കില്ല, എങ്കിലും നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. അപ്പൊ എസ്പെഷ്യലി കുടുംബത്തിൽ 2-ൽ വരണ ഇത്, അവരെ സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കങ്ങൾ, എല്ലാ തുറകളിലും നമുക്ക് ഞെരുക്കങ്ങൾ അനുഭവപ്പെടുക. അപ്പൊ അങ്ങനെ അത് കൂടുതൽ ഈ അസുഖങ്ങളാണ് വരുന്നത്. അസുഖങ്ങൾ വരിക, ആവശ്യമില്ലാത്ത, അതുപോലെ നമ്മുടെ സംസാരങ്ങൾ കുറച്ച് കൂടുതലാവുക, മറ്റുള്ളവർ ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെ ഉള്ള ആകെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ദുരിതാവസ്ഥകൾ ആയിരിക്കും നമുക്ക് വന്നുകൂടുന്നത്. ഇനി ഇത് ആർക്കൊക്കെയാ ഈ ദുരിതം വരാണ്ടിരിക്കുന്നത്? ഈ ഏഴര ശനി എല്ലാവർക്കും ഒന്നും ഏഴര ശനി കണ്ട ശനിയുടെ ദുരിതങ്ങൾ വരില്ല. അപ്പൊ ആർക്കൊക്കെ വരാണ്ട് വരണമെന്നുള്ളതാണ്. അപ്പോൾ ശനി ലഗ്നാധിപനായി വന്നു കഴിഞ്ഞാൽ അതാ മകരം, കുംഭം രാശികൾ. അപ്പൊ ആ ഇതിനകത്ത് നോക്കി അറിയാം നിങ്ങൾക്ക്, നമ്മൾ ആദ്യം കൊടുത്തേക്കണത് മകരം കുംഭം രാശിക്കാർക്ക് അത് ലഗ്നമാണ്, ലഗ്നാധിപനാണ്
ശനി, അവർക്കിത് ബാധിക്കില്ല. അതുപോലെ തന്നെ യോഗകാരകനായി കഴിഞ്ഞാൽ ഇപ്പോൾ ഇടവ ലഗ്നം തുലാ ലഗ്നക്കാർക്ക് കണ്ടശനി ഏഴരശനി ഒന്നും ബാധിക്കില്ല. അതുപോലെ തന്നെ ഈ ശനി ജാതകത്തിൽ യോഗാരക, അതാണ് ഈ ഇടവവും തുലാൻ രാശികൾ. പിന്നെ ബന്ധുരാശി, ബന്ധുവിൻ്റെ രാശി ലഗ്നം ആയി കഴിഞ്ഞാൽ അതിനും ആ അനുഭവങ്ങൾക്ക് കുറെ കുറവ് കിട്ടും, എന്നാലും അത്രയും വരില്ല. അതുപോലെ എല്ലായിടത്തും ശനി, ഈ ഏഴരശനി കണ്ടശനി ഒന്നും ജാതകക്കാരെ അനുഭവിക്കില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. അപ്പോൾ ജാതകത്തിൽ എല്ലാവർക്കും ഏഴരശനി അങ്ങനെ വരില്ല. ഇതൊക്കെയാണ് അനുഭവത്തിൽ, നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. നമ്മൾ ഒരുപാട് ഒരു ഗവേഷണ തൽപരമായിട്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ലഗ്നക്കാർക്ക്, മകരം കുംഭം ലഗ്നക്കാർക്ക്, യോഗകാരകനായിട്ടുള്ള അവർക്ക്, ബന്ധുവായിട്ടുള്ള ലഗ്നക്കാർക്ക്, ഇങ്ങനെയുള്ളവർക്കൊന്നും ശനി അങ്ങനെ അധികം അവരെ ഉപദ്രവിക്കാറില്ല. അപ്പൊ ഇത് 7.5 വർഷം തുടർച്ചയായിട്ട് കിട്ടുന്ന കാരണമാണ് 7 ശനി എന്ന് പറയുന്നത്. ബാക്കിയുള്ള ആൾക്കാർക്ക് അതിന് ഇപ്പൊ അടുത്ത എപ്പിസോഡിൽ കണ്ടകശനിയെ കുറിച്ച് പറയുമ്പോൾ 7 ശനിക്കും കണ്ടകശനിക്കും പ്രതിവിധി എന്തൊക്കെ വഴിപാടുകൾ നമ്മൾ നടത്തണം, അതിന് ആ ദുരിതത്തിൽ നിന്ന് കരകയറാൻ എന്തൊക്കെ നടത്തണം എന്നുള്ളത് വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയാം. നമസ്തേ. അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായിട്ട് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മൾ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. നമസ്തേ.